സാധാരണ വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. എന്നാൽ ഇന്ന് തൃശ്ശൂർ വന്നിട്ട് കമ്മ എന്ന ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മാധ്യമപ്രവർത്തകരോട്. അല്ലെങ്കിൽ എന്റെ വഴിയാണ്, ഇത് എന്റെ അവകാശമാണ്, മറ്റേതാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ സുരേഷ് ഗോപി ഇന്ന് ആകെ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഡയലോഗ് ഇത്രയൊക്കെ ചെയ്തു തന്നതിന് നന്ദി എന്നാണ്. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന് മാത്രമല്ല, ഈ വീട്ടിന്റെ അയൽപ്പക്കത്തുള്ള ആൾക്കാർക്ക് വരെ തൃശ്ശൂരിൽ വോട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണിച്ച് വിജയിക്കുന്ന ഈ തൃശ്ശൂരിലെ സുരേഷ് ഗോപിക്ക് എങ്ങനെ തൃശ്ശൂരിലെ ജനങ്ങൾ മാപ്പ് നൽകും? ഇന്ന് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അതിനെപ്പറ്റി, വ്യാജ വോട്ടിനെ പറ്റി. അവിടെ ശോഭാ സുരേന്ദ്രന്റെയൊക്കെ നേതൃത്വത്തിലും അല്ലാതെയും BJP അവിടെ സമരം നടത്തുകയാണ്. എന്തിനാണ് ഇങ്ങനെ കിടന്ന് പ്രഹസനങ്ങൾ കാണിക്കുന്നത്? എല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുക. 2 ആഴ്ചക്കുള്ളിൽ അതിന്റെ റിസൾട്ടും വരും. ഇതോടെ സുരേഷ് ഗോപിയുടെ ചീട്ട് കയറുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് സുരേഷ് ഗോപി സംസാരിച്ചേനെ ചിലപ്പോൾ ചൂട് ചോറും മത്തിക്കറിയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനെപ്പറ്റി വാതോരാതെ സംസാരിച്ചിരുന്നേ. അതല്ലാതെ ഇന്ന് വ്യാജ വോട്ടിനെ പറ്റി ചോദിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒന്നും തന്നെ മിണ്ടാൻ കിട്ടുന്നില്ല. ഇനി FB-യിൽ വല്ല പോസ്റ്റും ഇടുമായിരിക്കും ചിലപ്പോൾ, കുറച്ച് ഡയലോഗൊക്കെ പഠിച്ചിട്ട് വന്നിട്ട്. എന്ത് തന്നെയാണെങ്കിലും അതിന്റെ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ബോംബ് പൊട്ടിച്ചതോടെ ഫുൾ പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയാണെന്ന് തന്നെ പറയുന്നത്. സുരേഷ് ഗോപി മാത്രമല്ല, BJP-യിലെ ഒട്ടുമിക്ക നേതാക്കളും ഇതിൽ പെടുക തന്നെ ചെയ്യും. ഇതിന് ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് 85 വോട്ടിനാണ് തോറ്റത്, അന്ന് 6000 വോട്ടുകളോളം കള്ള വോട്ടുകൾ സുരേന്ദ്രനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാ പിന്നെ അന്ന് കേസ് കൊടുത്തില്ല? വെറുതെ ഇങ്ങനെ മരിച്ചുപോയ വ്യക്തികളെ പറ്റി അനാവശ്യം പറയാനെന്നതല്ലാതെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഭരണഘടന പ്രകാരം ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇനി ഒരിക്കലും അതുകൊണ്ട് തെളിയിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്തും അങ്ങ് പറയാം. ഈ സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇനി അവിടെ ആ നാട്ടിൽ വോട്ട് ചെയ്യാൻ ഇനി ആരുമില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ് അതിനെക്കാട്ടിയും ഏറ്റവും വലിയ രസം. 10-11 കള്ളവോട്ടുകളൊക്കെ ഉണ്ടാവും. 70,000 കള്ളവോട്ടൊന്നും അല്ലല്ലോ വന്നത്. അതിലും കോമഡിയാണ് ഗോപാലകൃഷ്ണൻ സാറ് പറയുന്നത്, നമ്മുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. 10-11 വോട്ടല്ലേ, അത് വലിയ കാര്യമാക്കണ്ട, എല്ലാ പാർട്ടിക്കാരും ചെയ്യൂലേ. എങ്ങനെ പറയാൻ സാധിക്കും? ഇവരെയൊക്കെയാണല്ലോ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നുള്ളതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു പുച്ഛം തോന്നുകയാണ്. ഞാൻ കരുതുന്നത് ഏറ്റവും കേരളത്തിലെ മണ്ടന്മാരുള്ളത് തൃശ്ശൂരാണ് എന്നുള്ളതാണ്. എന്നാൽ തെറ്റി തന്നെയാണ് എനിക്ക്. കാരണം തൃശ്ശൂരിലെ എല്ലാം ഏകദേശം ഒട്ടുമിക്കാലും വ്യാജ വോട്ടുകളാണ് എന്നുള്ളത് ഈ പരിശോധന കഴിയുമ്പോൾ തന്നെ പൂർണ്ണമായും തെളിയുന്നത് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ഈ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് ക്രമക്കേടിൽ പ്രതികരിക്കാൻ തയ്യാറാവാതിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഡൽഹിയിൽ നിന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും തുടർന്ന് രാവിലെ തൃശ്ശൂരിൽ എത്തിയപ്പോഴും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. രാജ്യത്ത് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിലും ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനം തന്നെയായിരുന്നു. അതേസമയം വോട്ട് ക്രമക്കേടിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് തന്നെ. 2 ആഴ്ചക്കുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ വ്യക്തമാക്കിയിരിക്കുകയാണ്. തൃശൂർ ACP സലീഷ് N. ചന്ദ്രനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. വ്യാജമായ രേഖകൾ ചമച്ച് വോട്ട് ചേർത്തത് അടക്കമുള്ളവ അന്വേഷണ പരിധിയിൽ ഉണ്ട്. തുടർ നടപടികൾക്ക് മുന്നോടിയായി വിശദമായ നിയമ ഉപദേശവും തേടുന്നതായിരിക്കും. ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറുടെ നിർദ്ദേശവും പോലീസ് തേടുന്നതായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ട് ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണ് എന്ന് കാണിച്ചാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. സുരേഷ് ഗോപിയെ കൂടാതെ സഹോദരൻ സുഭാഷ് ഗോപി, മുക്കാട്ടുകര ബൂത്തിന്റെ ചുമതലയുള്ള BLO എന്നിവർക്കെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതൊരു വല്ലാത്ത കഷ്ടമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. കാര്യം ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കുകയാണ് ഈ സിനിമാ നടൻ എന്നതിനപ്പുറം സുരേഷ് ഗോപിക്ക് ഒരു രാഷ്ട്രീയക്കാരനാവാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല എന്ന് വീണ്ടും വീണ്ടും സുരേഷ് ഗോപി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജയിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞത് എനിക്ക് 10 വകുപ്പുകൾ ഞാൻ നരേന്ദ്രമോദിയോട് പോയി ചോദിക്കുമെന്നൊക്കെയാണ്. അത്രയും പൊട്ടത്തരം പറയുന്ന ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദവി ഉപേക്ഷിക്കണം എന്നത് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ.